Good morning, all. So, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ തേർഡ് മോഡ്യൂൾ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. തേർഡ് മോഡ്യൂൾ എന്തായിരുന്നു? മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണ്. സോ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ് ഓഫ് അനാലിസിസ്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലെ സ്റ്റെപ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ്. ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് എങ്ങനെയാണ്? വി ഹാവ് ടു consider each span as fixed and determine the fixed end moments on the basis of the given external load. Okay, and next step we have to determine the distribution factor. And what is the equation for distribution factor? Distribution factor is equal to k by sigma k. So ഓരോ ജോയിൻറ്റിലും ആക്ട് ചെയ്യുന്ന എന്താണ്, ഓരോ ജോയിൻറ്റിലും മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ എന്ത് ഡിറ്റർമിൻ ചെയ്യണം? സ്റ്റിഫ്നെസ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യണം ആൻഡ് ഡിറ്റർമിൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഓക്കെ, സ്റ്റിഫ്നെസ് വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരു കണ്ടിന്യൂസ് ബീമിൽ ഫാർ എൻഡും നിയർ എൻഡും ഫാർ എൻഡും വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ജോയിൻറ്റ് ഇത് എ ബി സി ആൻഡ് ഡി, ജോയിൻറ്റ് ബിയിൽ രണ്ട് മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ബി സി ആൻഡ് ബി എ. സോ the stiffness value of stiffness value of BA is 4EI by L. എന്തുകൊണ്ടാ? if the far end is fixed ആയിട്ടാണ് far end വരുന്നതെങ്കിൽ equation for stiffness is 4EI by L. ഓക്കെ, ഇനി far end കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെന്ന് വെച്ചു. അപ്പോൾ ബി സി എന്ന് പറയുന്നത്, ഫാർ എൻഡ് എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ആണ്, ബട്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ നേച്ചർ. കണ്ടിന്യൂസ് സ്പാൻസ് വരുന്നുണ്ട്. സോ അതും എന്താണ്? കെയുടെ വാല്യൂ 4EI by L ആണ്. ദാറ്റ് ഈസ് ഇഫ് ദ ഫാർ എൻഡ് ഈസ് ഫിക്സഡ് ഓർ കണ്ടിന്യൂസ് ദെൻ ദ വാല്യൂ ഓഫ് കെ ഈസ് 4EI by L. ഇനി നമ്മൾ ജോയിൻറ്റ് സി എടുക്കുവാണ്. ജോയിൻറ്റ് സി എടുക്കുമ്പോൾ എൻ്റെ ഫാർ എൻഡുകൾ ഏതൊക്കെയാണ്? ഡിയും ബിയും ഫാർ എൻഡാണ്. ഇഫ് സി ബി പോർഷൻ എടുക്കുവാണെങ്കിൽ ദ ഫാർ എൻഡ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ബട്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ നേച്ചർ. സോ ദ കെ വാല്യൂ ഈസ് 4EI by L. ആൻഡ് ഇൻ ദ സ്പാൻ സി ഡി, സോ കൺസിഡർ നിയർ ആൻഡ് സി കൺസിഡർ ചെയ്യുമ്പോൾ ഫാർ എൻഡ് ഈസ് ഡി ആൻഡ് ദ ഫാർ എൻഡ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്. കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് സ്പാനുകളൊന്നുമില്ല. സോ ദ വാല്യൂ ഓഫ് കെ ഈസ് 3EI by L. സോ ഇപ്പോൾ നമ്മൾ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്, നെക്സ്റ്റ് ഡിറ്റർമിൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു റൈറ്റ് ദി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അത്രയും സപ്പോർട്ടുകൾ കാണിക്കുക, ജോയിൻറ്റ് കാണിക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസ്, ഓരോ ജോയിൻറ്റിലുമുള്ള ഡിസ്ട്രിബ്യൂഷൻ വാല്യൂസ് എഴുതുക. ദെൻ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ ഇതിൻ്റെ താഴെയായിട്ട് എഴുതുക. ദെൻ ഓരോ ജോയിൻറ്റിലും ആക്ട് ചെയ്യുന്ന അൺബാലൻസ്ഡ് മൊമെൻറ്റ് എത്രയാണെന്ന് നോക്കുക. നമുക്ക് എപ്പോഴും ജോയിൻറ്റിൽ മൊമെൻറ്റിൻ്റെ സം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദാറ്റ് ഈസ് അത് ബാലൻസ് ആവണമെങ്കിൽ ജോയിൻറ്റിൽ മൊമെൻറ്റ് ഉണ്ടാകാൻ പാടില്ല. എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻ്റ് ആയിരിക്കണം ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്നത്. സോ നമുക്കുള്ള ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ്, ഓരോ ജോയിൻറ്റിലുമുള്ള ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സിൻ്റെ റിസൾട്ടൻറ്റ് വാല്യൂ എത്രയാണെന്ന് നോക്കുക. സോ ആ വാല്യൂ ഒരു ക്ലോക്ക് വൈസ് മൊമെൻറ്റോ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റോ ആയിരിക്കും. സോ അതിനെ എക്സസൈറ്റ് ജോയിൻറ്റിൽ നിൽക്കുന്ന ആ മൊമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫാർ എൻഡുകളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമ്മൾ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീംസും ഉണ്ട്, അനാലിസിസ് ഓഫ് ഫ്രെയിംസും ഉണ്ട്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം ആയിരുന്നു. അതിൽ ഫസ്റ്റ് കേസ് അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം വിത്ത് ഫിക്സഡ് എൻഡ്സ് വരുമ്പോഴുള്ള പ്രോബ്ലം ആയിരുന്നു ലാസ്റ്റ് ക്ലാസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് കേസ് ഈസ് അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം വിത്ത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സ്. ഓക്കെ, അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് വരുവാണെങ്കിൽ ഹൗ വി ക്യാൻ അനലൈസ് എ കണ്ടിന്യൂസ് ബീം യൂസിങ് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഇപ്പോൾ നോക്കിയേ, സംടൈംസ് എ കണ്ടിന്യൂസ് ബീം ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ഓൺ വൺ എൻഡ് ഓർ ബോത്ത് ഓഫ് ഇറ്റ്സ് എൻഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ വരാം. മേ ബി one end simply supported or the both ends are simply supported. Okay, we know that the moments on a simply supported end is always 0. അപ്പോൾ നമുക്കറിയാം നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണെങ്കിൽ നമുക്ക് അറിയാം എന്താണ്, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ്? ദ മൊമെൻറ്റ്സ് ആക്ടിങ് അറ്റ് എ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ഈസ് ഓൾവൈസ് 0. സോ ആ ഒരു കോൺസെപ്റ്റ് എപ്പോഴും അറിഞ്ഞിരിക്കുക. അപ്പോൾ therefore in such a case the simply supported ends are released
by applying equal and opposite moments and their effects are carried over on the opposite joints. വേറൊന്നുമില്ല. ഇപ്പോൾ സപ്പോസ് എ ബി സി ഡി എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ജോയിൻറ്റിലെല്ലാം എന്ത് കിട്ടി? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കിട്ടി. നമ്മളിവിടെ എന്താ വാല്യൂസ് എഴുതി. എന്താണ്? ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ് വാല്യൂസ് എഴുതി. 20 എക്സാമ്പിളാണ് 10, ഇവിടെ 10. സോ നമുക്കറിയാം ഇതെന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഡി എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണ്. സോ സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ ഒരിക്കലും എന്തുണ്ടാവത്തില്ല? മൊമെൻറ്റ് ജനറേറ്റ് ആവത്തില്ല. ബട്ട് ഇവിടെ നമുക്കൊരു ഫിക്സഡ് ആൻഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ ഉണ്ട്. സോ അങ്ങനെ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മൊമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കൺസിഡർ ദാറ്റ് മൊമെൻറ്റ് ആസ് 0. വെറുതെ അങ്ങ് 0 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൽ പറയുന്നത്. Therefore in such a case the simply supported ends are released by applying equal and opposite moment. So ഇപ്പോൾ 10 കിലോന്യൂട്ടൺ മീറ്റർ മൊമെൻ്റ് ആണ് അവിടെ ആ സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിനെ 0 ആക്കാൻ എന്താ? ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഞാൻ അപ്ലൈ ചെയ്ത് എന്താക്കണം? ഇതിനെ 0 ആക്കണം. ഓക്കെ, 0 ആക്കിയാൽ മാത്രം പോരാ. ദ എഫക്ട്സ് ഓഫ് ദാറ്റ് ഈസ് ക്യാരിഡ് ഓൺ ദി ഓപ്പോസിറ്റ് ജോയിൻറ്റ്. ഇതിൻ്റെ എഫക്റ്റ് ഞാൻ ഇതിൻ്റെ ഫാർ എൻഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാരി ഓവർ ചെയ്ത് വേണം കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ദ മൊമെൻറ്റ് ആക്ടിങ് അറ്റ് ദ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ഈസ് ഓൾവൈസ് 0. ഇപ്പോൾ നമ്മൾ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് വെച്ചാണല്ലോ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ചെയ്യുന്നത്. സോ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് എന്താ? സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ എന്തായാലും ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ് ജനറേറ്റ് ആവും. ഇഫ് ദ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ് ഈസ് ദയർ, അതിൻ്റെ മീനിങ് എന്താ? നമുക്ക് ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഫൈനലി അനാലിസിസ് ചെയ്ത് വരുമ്പോൾ ദ മൊമെൻറ്റ്സ് അറ്റ് ദി സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ഷുഡ് ബി 0 ആയിരിക്കണം. സോ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ് സിംപ്ലി സപ്പോർട്ടഡ് എൻഡിലുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ്? മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് വി ഹാവ് ടു എന്താണ്? കൺവേർട്ട് ദാറ്റ് സപ്പോർട്ട് മൊമെൻറ്റ് ആസ് 0. സോ 10 ഉണ്ടെങ്കിൽ -10 കൊടുത്ത് അതിന് 0 കൊടുത്തിട്ട് അതിൻ്റെ എഫക്റ്റ് ഫാർ എൻഡിലോട്ട് ക്യാരി ഓവർ ചെയ്യണം. ഇതിൻ്റെ ഹാഫ് ഫാർ എൻഡിലോട്ട് ക്യാരി ഓവർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. Sometimes a continuous beam is simply supported on one end or both ends if we know that the moments at the simply supported ends are always 0. Therefore, in such case, the simply supported ends are released by applying equal and opposite moments and their effects are carried over to the opposite joints. Okay. So simply supported എൻഡിൽ മൊമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് മൊമെൻറ്റ് ഇൻ ടു 0. എങ്ങനെയാണ് 0 ആക്കുന്നത്? ഇഫ് എ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഈസ് ദെയർ ഇൻ ദ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് വി ഹാവ് ടു അപ്ലൈ ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഈക്വൽ മൊമെൻറ്റ് ആൻഡ് കൺവേർട്ട് ദാറ്റ് ടു 0 ആൻഡ് ദ എഫക്റ്റ് ഈസ് ക്യാരി ഓവർ ടു ദി എന്താണ്? ഫാർ എൻഡ്. സോ അതിൻ്റെ ഫാർ എൻഡിലോട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ എഫക്റ്റ് ക്യാരി ഓവർ ചെയ്യണം. ക്യാരി ഓവർ എപ്പോഴും എത്രയായിരിക്കും? ഹാഫ് ഓഫ് ദി മൊമെൻ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് മേ ഓൾസോ ബി നോട്ടഡ് ദാറ്റ് നോ മൊമെൻറ്റ് ഈസ് ക്യാരിഡ് ഓവർ ഫ്രം ദി ഓപ്പോസിറ്റ് ജോയിൻറ്റ് ടു ദി സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്. സോ പ്രോബ്ലം ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഇപ്പം നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് എൻഡിലെ മൊമെൻറ്റിനെ 0 ആക്കി നമ്മൾ ഫാർ എൻഡിലോട്ട് ക്യാരി ഓവർ ചെയ്തിട്ട് വേണം മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ നമ്മൾ ഒരിക്കലും സിംപ്ലി സപ്പോർട്ടഡ് എൻഡിലോട്ട് ക്യാരി ഓവർ ചെയ്യരുത്. ദാറ്റ് ഈസ് നമ്മൾ ഓൾറെഡി സിംപ്ലി സപ്പോർട്ടഡ് എൻഡിലെ മൊമെൻറ്റിനെ നമ്മൾ 0 ആക്കി. ബിക്കോസ് ദ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ദർ ഈസ് നോ മൊമെൻറ്റ്. സോ നമ്മൾ അതിനെ 0 ആക്കി കഴിഞ്ഞാൽ പിന്നെ മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യരുത്? സിംപ്ലി സപ്പോർട്ടഡ് എൻഡിലോട്ട് ക്യാരി ഓവർ എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യരുത്. ബിക്കോസ് ക്യാരി ഓവർ നടക്കത്തില്ല. സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ ക്യാരി ഓവർ മൊമെൻറ്റ് ഒന്നുമില്ല. എവറിത്തിങ് ഈസ് 0. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കിയേ. അനലൈസ് ദ ബീം ഷോൺ ഇൻ ഫിഗർ, ഡ്രോ BMD ആൻഡ് SFD. സോ നമുക്കറിയാം ഇതെന്താണ്? ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം ഇത് ഫിക്സഡ് എൻഡ് ആണ്, ഇതെന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണ്. സോ വൺ എൻഡ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ്. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ്. ഫിക്സഡ് എൻഡ് മൊമെൻറ്റ്സ് ഡിറ്റർമിൻ ചെയ്ത് MFAB, MFBA, MFBC ആൻഡ് MFCB. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൽ അറിയണമെങ്കിൽ നമ്മൾ എത്ര ജോയിൻ്റ് ഉണ്ടെന്ന് അറിയുക. ആ ജോയിൻറ്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് നോക്കുക, അതിൻ്റെ K വാല്യൂ കാണുക. സോ K വാല്യൂ നോക്കിയേ. ജോയിൻറ്റിൽ ബിയുടെ മെമ്പേഴ്സ് BA ആൻഡ് BC ആൻഡ് ബിയുടെ ഫാർ എൻഡ് A ഈസ് ഫിക്സഡ്. സോ ഇതിൻ്റെ K വാല്യൂ എന്തായിരിക്കും?
4EI/L ആയിരിക്കും. the BA portion, and B, the far end is C and it is a simply supported. If the far end is simply supported, what is the value of K യുടെ വാല്യൂ എന്താണ്? 3EI/L ആയിരിക്കും. സോ അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 4EI/L and 3EI/L. then summation of K കിട്ടിക്കഴിഞ്ഞാൽ distribution factor of each member is K/sigma K. so distribution factor കിട്ടി. then next one is distribution table. ഇപ്പം ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് APC, അതിൽ A എന്ന് പറയുന്നത് ഫിക്സഡ് എൻഡ് ആണ്, B ഒരു ജോയിൻ്റ് ആണ്, C എന്ന് പറയുന്നത് എന്താണ്? ഹിഞ്ച്ഡ് എൻഡ് ആണ്. ദാറ്റ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണ്. അത് മെൻഷൻ ചെയ്തിരിക്കണം, കാരണം അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണോ ഓവർ ഹാങ്ങിങ് ആണോ എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എൻ്റർ ചെയ്തു. ദെൻ എന്താണ് തന്നിരിക്കുന്ന നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ്സ് വാല്യൂ എൻ്റർ ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കിയേ, സി എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണ്. സോ സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ എങ്ങനെ വന്നാലും എന്താണ്? മൊമെൻറ്റ് 0 ആയിരിക്കണം. സോ ഇവിടെ നിങ്ങൾക്ക് പക്ഷേ എന്താ ഫിക്സഡ് ആൻഡ് മൊമെൻ്റ് ഉണ്ട്, ഒരു 30 kN. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് എന്താണ് മൊമെൻറ്റ് ആക്ടിങ് അറ്റ് ദി സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആസ് 0. സോ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എൻ്റർ ചെയ്തു, ദെൻ ഫിക്സഡ് ആൻഡ് മൊമെൻറ്റ് എൻ്റർ ചെയ്തു. സപ്പോർട്ട് നോക്കുക, സിംപ്ലി സപ്പോർട്ടഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു അപ്ലൈ ദ എൻ കറക്ഷൻ. ദാറ്റ് ഈസ് എൻ കറക്ഷൻ ചെയ്യണം. ദാറ്റ് ഈസ് എൻഡുകൾ, സപ്പോർട്ടിൻ്റെ അല്ല, ഫസ്റ്റ് സപ്പോർട്ടും ലാസ്റ്റ് സപ്പോർട്ടുമാണ് എൻഡുകൾ എന്ന് പറയുന്നത്. സോ ഇഫ് ദാറ്റ് എൻഡ്സ് ആർ സിംപ്ലി സപ്പോർട്ടഡ്, ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ദ മൊമെൻറ്റ് അറ്റ് ദ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ഈസ് 0. സോ എൻ കറക്ഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാവൂ. സോ എൻ കറക്ഷൻ എന്ന് പറയുമ്പോൾ ഇഫ് എ ക്ലോക്ക് വൈസ് 30 kN meter is acting, then ഇതിനെ 0 ആക്കാൻ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് 30 അപ്ലൈ ചെയ്യുക. സോ 0 ആയി. ദെൻ വെറുതെ അങ്ങനെ ചെയ്താൽ പോരെ, ഇതിൻ്റെ എഫക്റ്റ് ഞാൻ അതിൻ്റെ ഫാർ എൻഡിലോട്ട് ക്യാരി ഓവർ ചെയ്യണം. സോ സിയുടെ ഫാർ എൻഡ് ബി ആണ്, അതിലോട്ട് ക്യാരി ഓവർ ചെയ്തു. സോ -15. എന്നിട്ട് നിങ്ങളിങ്ങനെ ഒരു ഡബിൾ ലൈൻ വരയ്ക്കുക. ദെൻ ഈ കോളം വൈസ് ആഡ് ചെയ്യുക. ഓക്കെ, 106 -106 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 45, ഇത് 0. സോ ഇതാണ് നമുക്ക് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇനിഷ്യൽ മൊമെൻറ്റ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇനിഷ്യൽ മൊമെൻറ്റ്സ്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് മൊമെൻറ്റ് ഈസ് 0. സോ 0 ആക്കണമെങ്കിൽ വി ഹാവ് ടു അപ്ലൈ ദ ഓപ്പോസിറ്റ് മൊമെൻറ്റ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ആ സപ്പോർട്ടിൽ ഒരു ഓപ്പോസിറ്റ് മൊമെൻറ്റ് കൊടുത്ത് അതിനെ 0 ആക്കിയിട്ട് വി ഹാവ് ടു ക്യാരി ഓവർ ദാറ്റ് മൊമെൻറ്റ് ഇൻ ടു ദ ഫാർ എൻഡ്. സോ ക്യാരി ഓവർ ചെയ്തിട്ട് ദെൻ അത് ആഡ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഇനിഷ്യൽ മൊമെൻറ്റ്. ഇപ്പോൾ ഇതാണ് നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പ്രോസസ് ഇനിഷ്യൽ മൊമെൻറ്റ്സ് ഇതാണ്. സോ എന്താ ചെയ്യണം? മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ വി ഹാവ് ടു ഡിറ്റർമിൻ ദി അൺബാലൻസ്ഡ് മൊമെൻറ്റ് ആക്ടിങ് അറ്റ് ദ ജോയിൻറ്റ്. ദാറ്റ് ഈസ് എ ക്ലോക്ക് വൈസ് 106.66 ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് 45 ആണ് ആക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ദാറ്റ് ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, ദാറ്റ് ഇൻറ്റു 4/7 ഈസ് 35.234 and 106.66 minus 45 into 3/7 is -26.42. ഇതിനകത്ത് മൈനസ് കൊടുക്കുക ബിക്കോസ് ദ അൺബാലൻസ്ഡ് മൊമെൻറ്റ് ഈസ് പോസിറ്റീവ് അൺബാലൻസ്ഡ് മൊമെൻ്റ് ആണ് വരുന്നതെങ്കിൽ വി ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് നെഗറ്റീവ് മൊമെൻറ്റ് ടു ദി എൻഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ കിട്ടി. ഇതിൻ്റെ ഹാഫിന് ഞാൻ എന്ത് കൊടുക്കണം? ഫാർ എൻഡുകളിലോട്ട് ക്യാരി ഓവർ ചെയ്യണം. സോ ബിയുടെ ഫാർ എൻഡ് എയും ഉണ്ട് സിയും ഉണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് അതാണ് നമ്മൾ സിംപ്ലി സപ്പോർട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ മൊമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിനെ 0 ആക്കി എൻ കറക്ഷൻ ചെയ്തതിന് ശേഷം വേണം ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി നമ്മൾ ഫാർ എൻഡ് നോക്കി ക്യാരി ഓവർ ചെയ്യുവാണ്. സോ ബിയുടെ ഫാർ എൻഡ് എ ഫിക്സഡ് ആണ്. സോ അതിൻ്റെ ഹാഫ് അങ്ങോട്ട് കൊടുത്തു. ദെൻ ബിയുടെ ഫാർ എൻഡ് സി, ഇതിൻ്റെ ഹാഫ് ഇങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. ബട്ട് ദ എൻഡ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ്. സോ ഫോർ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ദർ ഈസ് നോ ക്യാരി ഓവർ മൊമെൻറ്റ്. സോ അത് 0 എന്ന് കാണിക്കുക. ഇനി ജോയിൻറ്റിലോട്ട് നോക്കുക. ജോയിൻറ്റിൽ വേറെ മൊമെൻ്റ് ഒന്നുമില്ല. സോ
ഈ ഇനിഷ്യൽ മൊമെൻറ്റ് ഏതാണോ, കാരണം നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇനിഷ്യൽ മൊമെൻറ്റ്. സോ ഈ രണ്ട് ഇത്രയും വേണം, ഇത്രയും പോർഷനുള്ള മൊമെൻറ്റുകൾ വേണം എന്ത് ചെയ്യാൻ, ആഡ് ചെയ്യാൻ. ദാറ്റ് ഈസ് നമ്മൾ എൻ കറക്ഷൻ ചെയ്തിട്ട് കൊടുത്തിരിക്കുന്ന ഇനിഷ്യൽ മൊമെൻറ്റ് തൊട്ടിട്ടുള്ള വാല്യൂസ് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. സോ 106 മൈനസ് ഇത് എടുക്കുമ്പോൾ 124, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം, ബിക്കോസ് ഇറ്റ് ഈസ് simply supported n. So these are the final n moments. Final n moments കിട്ടിക്കഴിഞ്ഞാൽ you can draw BMD and SFD. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, if a simply supported end is there, we have to first of all convert the moment acting at the simply supported end as 0 and carry over the half of the value to the far end. Then ഇനിഷ്യൽ മൊമെൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ദെൻ അൺബാലൻസ്ഡ് മൊമെൻറ്റ് കണ്ടുപിടിച്ച് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇത് നോക്കിയേ, ഇതിൽ സപ്പോർട്ട് എയും സിയും എന്താണ്, സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ്. ദെൻ ജോയിൻറ്റ് ബി എയും ബി സിയും, ബിയുടെ ഫാർ എൻഡ് എയും സിയും എന്താണ്, സിംപ്ലി സപ്പോർട്ടഡ് എൻഡുകളായതുകൊണ്ട് കെയുടെ വാല്യൂ എന്തായിരിക്കും, 3EI/L ആയിരിക്കും. ഓക്കെ, then distribution table നോക്കിയേ, here both the ends are hinged. എയും ഹിഞ്ച്ഡ് ആണ്, സിയും ഹിഞ്ച്ഡ് ആണ്. സോ അവിടെ രണ്ടിടത്തും എന്തുണ്ട്, മൊമെൻറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഞാൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എൻ്റർ ചെയ്തു, ദെൻ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് എൻ്റർ ചെയ്തു. സോ ഹിയർ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സ് ആർ ദെയർ. സോ വി ഹാവ് ടു എന്താണ്, എൻ കറക്ഷൻസ്, ഡു എൻ കറക്ഷൻസ്. സോ എൻ കറക്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിംപ്ലി സപ്പോർട്ടഡ് എൻഡുകളിലുള്ള മൊമെൻറ്റിനെ എന്ത് ചെയ്യുവാണ്, 0 ആക്കുവാണ്. സോ ഇവിടെ സിയിലും സിംപ്ലി സപ്പോർട്ടഡ് ആണ്, എയും സിംപ്ലി സപ്പോർട്ടഡ് ആണ്. സോ ഇൻ എ ആൻറ്റി ക്ലോക്ക് വൈസ് 2.66 ഈസ് ആക്ടിങ്. സോ എന്താണ്, കൺവേർട്ടിംഗ് ദ മൊമെൻറ്റ് അറ്റ് ദ ജോയിൻറ്റ് സപ്പോർട്ട് എ ടു 0, അപ്ലൈ എ ക്ലോക്ക് വൈസ് 2.66 0 ആക്കിയിട്ട് അതിൻ്റെ ഹാഫിന് എയുടെ ഫാർ എൻഡ് ഏതാ, ബിയിലോട്ട് ക്യാരി ഓവർ ചെയ്തു. അതുപോലെ തന്നെ സിയിൽ എ ക്ലോക്ക് വൈസ് 1.33 ഈസ് ആക്ടിങ് ആൻഡ് അപ്ലൈ ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് 1.33 ടു കൺവേർട്ട് ദ മൊമെൻറ്റ് അറ്റ് സി ഈസ് 0. സോ 0 ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫിന് ഫാർ എൻഡായിട്ടുള്ള ബിയിലോട്ട് കൊടുത്തു. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു ഡു ദി ഇനിഷ്യൽ മൊമെൻറ്റ്സ്. സോ ഇനിഷ്യൽ മൊമെൻറ്റ്സ് ഇവിടെ 0, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇവിടെ 2.66 കിട്ടി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടി, ഇവിടെ 0. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ആണല്ലോ. ദാറ്റ് ഈസ് 2.66 മൈനസ് 1.995 ഇൻറ്റു എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ട വാല്യൂ കിട്ടി. ഇനി എന്താ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഹാഫിന് ഫാർ എൻഡുകളിലോട്ട് എന്ത് ചെയ്യുവാണ് ചെയ്യുന്നത്, ക്യാരി ഓവർ ചെയ്യുവാണ് ചെയ്യുന്നത്. ബട്ട് ദ ഫാർ എൻഡ്സ് ആർ ഹിയർ സിംപ്ലി സപ്പോർട്ടഡ്. സോ അങ്ങോട്ട് ക്യാരി ഓവർ പ്രോസസ്സ് നടക്കത്തില്ല. സോ വി ക്യാൻ സ്റ്റോപ്പ് ദ പ്രോസസ്സ്. ഇവിടെ വെച്ച് ഈ ഒരു സ്റ്റെപ്പിൽ വെച്ച് വി ക്യാൻ സ്റ്റോപ്പ് ദി പ്രോസസ്സ്. ദെൻ ഫൈനൽ എൻ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് 0, ഇത് 0, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതുക. സോ ജോയിൻറ്റിൽ എപ്പോഴും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻറ്റ്സ് ആയിരിക്കും വരുന്നത്, ബിക്കോസ് ദ മൊമെൻറ്റ് ആക്ടിങ് അറ്റ് ദ ജോയിൻറ്റ് ഓൾവൈസ് 0. ഓക്കെ, ദെൻ SFDയും BMDയും വരയ്ക്കുക. ക്ലിയർ? ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, ഇറ്റ്സ് എ കണ്ടിന്യൂസ് 3-span കണ്ടിന്യൂസ് ബീമാണ്. സോ ഫസ്റ്റ് വി ഹാവ് ടു, ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് എ ഫിക്സ്ഡ് ആണ്, ഡി എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. സോ ഹിയർ 2 joints are there, B and C. Check if the far end is fixed or continuous, then the K value is 4EI/L. Then if the far end is simply supported alone, then it is 3EI/L. Then so calculate the distribution factor. Then distribution table. So A, B, C, D. Here A എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, 2 ജോയിൻ്റ് ഉണ്ട്, ഡി ഹിഞ്ച്ഡ് ആണ്. സോ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതി, ദെൻ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് എഴുതി. ഇനി അടുത്ത എന്താണ്, ഫസ്റ്റ് ഇനി നമ്മൾ നോക്കേണ്ടത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. സോ ഹിയർ ഡി ഈസ് സിംപ്ലി സപ്പോർട്ടഡ്. സോ വി ഹാവ് ടു കൺവേർട്ട് ദ മൊമെൻറ്റ് അറ്റ് ഡി ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് അതിൻ്റെ ഹാഫിനെ ഫാർ എൻഡിലോട്ട് ക്യാരി ഓവർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, വി ഹാവ് ടു ഡിറ്റർമിൻ ദി ഇനിഷ്യൽ മൊമെൻറ്റ്. സോ ഇത് ആഡ് ചെയ്തു, 60, 60, 31.25, 31.25, 75. സോ ഇതാണ് നമ്മുടെ ഇനിഷ്യൽ മൊമെൻറ്റ്.
സോ ഇനിഷ്യൽ മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ പ്രോസസ്സ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓൺലി ദ ഡിഫറൻസ് ഈസ് ലാസ്റ്റ് സപ്പോർട്ട് ഡി എന്ന് പറയുന്നത് എന്താണ്, സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണ്. സോ ഒരിക്കലും ഇവിടെ നിന്ന് എന്ത് ചെയ്യരുത്, ക്യാരി ഓവർ ചെയ്ത് ഇവിടോട്ട് കൊടുക്കരുത്, കാരണം ആ വാല്യൂ എപ്പോഴും 0 തന്നെയാണ്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. സോ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ മൊമെൻറ്റിനെ 0 കൊടുത്ത്, ദാറ്റ് ഈസ് എൻ കറക്ഷൻ ചെയ്ത് ഇനിഷ്യൽ മൊമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം വി ഹാവ് ടു സ്റ്റാർട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എന്താ, ഈ ജോയിൻറ്റിലുള്ള അൺബാലൻസ്ഡ് മൊമെൻറ്റ്. സോ ഈ ജോയിൻറ്റിലുള്ള അൺബാലൻസ്ഡ് മൊമെൻറ്റ്, ഈ ജോയിൻറ്റിലുള്ള അൺബാലൻസ്ഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക, കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് കിട്ടും. സോ എ ഫിക്സഡ് ആയതുകൊണ്ട് ഇങ്ങോട്ട് ക്യാരി ഓവർ ആവും, ഇങ്ങോട്ട് ക്യാരി ഓവർ ആവും, ഇങ്ങോട്ടും ക്യാരി ഓവർ ആവും. നമുക്ക് സിന്ന് ഡിയിലോട്ട് ക്യാരി ഓവർ ചെയ്യാം ഇഫ് ദാറ്റ് സപ്പോർട്ട് ഈസ് ഫിക്സഡ് സപ്പോർട്ട്. ഇവിടെ സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട് ക്യാരി ഓവർ ചെയ്യത്തില്ല. സോ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക ടിൽ എന്താണ്, ഈ വാല്യൂ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ വാല്യൂ ആകുന്നത് വരെ ചെയ്യുക. ദെൻ ഡിസ്ട്രിബ്യൂഷനിൽ വേണം എപ്പോഴും നിർത്താൻ, ക്യാരി ഓവറിൽ നിർത്തരുത്. എന്നിട്ട് കോളം വൈസ് എല്ലാ വാല്യൂസും കൂടി ആഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദി എൻ മൊമെൻറ്റ്സ്. ആ എൻ മൊമെൻറ്റ്സ് എത്രയെന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൻ മൊമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡ്രോ BMD ആൻഡ് SFD. ഓക്കെ, 2-3 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, എൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്, ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് എയും സപ്പോർട്ട് ഡിയും എന്താ സിംപ്ലി സപ്പോർട്ടഡ് ആണ്. സോ അതിൻ്റെ മൊമെൻറ്റിനെ 0 ആക്കിയിട്ട് സിയിലോട്ടും ബിയിലോട്ടും ക്യാരി ഓവർ ചെയ്തിട്ടൊക്കെ വേണം ചെയ്തു പോകാനായിട്ട്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് തേർഡ് കേസ് എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം വിത്ത് ഓവർ ഹാങ്ങിങ് എൻഡ്സ്. സോ ഏതെങ്കിലും ഒരു എൻഡ് എന്തായിരിക്കും, ഓവർ ഹാങ് ചെയ്ത് നിൽക്കുമായിരിക്കും. അപ്പോൾ ഓവർ ഹാങ് ചെയ്ത് നിൽക്കുമ്പോൾ വേറൊന്നുമില്ല, ആ ഓവർ ഹാങ്ങിങ് എൻഡിലുള്ള മൊമെൻറ്റ് എന്താ, ഈ ഓവർ ഹാങ് ഇല്ല എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇത്രയും പോർഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെന്താണ്, സിംപ്ലി സപ്പോർട്ടഡ് എൻഡാണ്. സോ ഇത്രയും പോർഷൻ ഉണ്ടെങ്കിലും ഈ ഒരു ഓവർ ഹാങ്ങിങ് കാരണം എന്താ, ഈ എൻഡിൽ മൊമെൻറ്റ് ആക്ട് ചെയ്യും 60, ദാറ്റ് ഈസ് ഈ എൻഡിലെ മൊമെൻറ്റ് എന്തായിരിക്കും, ഇത് 32 മീറ്റർ. സോ ഈ എൻഡിൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് 60 കിലോ ന്യൂട്ടൺ ഈ എൻഡിൽ ആക്ട് ചെയ്യും. സോ ഈ സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ ഈ ഓവർ ഹാങ്ങിങ് കാരണം ഉണ്ടാകുന്ന ഒരു മൊമെൻ്റാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെ ക്ലോക്ക് വൈസ് 60 വരും, ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് 60 വന്ന് ഇവിടുത്തെ മൊമെൻറ്റ് എപ്പോഴും എന്തായി നിൽക്കും, 0 ആക്കി നിൽക്കും. സോ അപ്പോൾ ഓവർ ഹാങ്ങിങ് എൻഡ് വരുവാണെങ്കിൽ ഓവർ ഹാങ്ങിങ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് ആ സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ വരും, വേറെ ഒരു വാല്യൂസും അവിടെ വരത്തില്ല. ഓക്കെ, അത് മാത്രമാണ് ഇവിടുത്തെ ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് CD പോർഷൻ ഈസ് ഓവർ ഹാങ്ങിങ് പോർഷൻ. സോ ഫസ്റ്റ് വി ഹാവ് ടു determine the fixed end moments. MFAB and MFB are 0 because there is no external load, and MFBC UDL is acting, so WL square by 12. And the last portion CD portion is overhanging portion. So overhanging കാരണം 30 into 2 and anti-clockwise moment of 60 kilonewton meter is acting. Okay, so fixed end moments കിട്ടി. നെക്സ്റ്റ് വൺ ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ജോയിൻറ്റ് ബിയും സിയും, മെമ്പേഴ്സ് ആർ BA, BC, CB ആൻഡ് CD. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഫിഗർ നോക്കുക. സോ ജോയിൻറ്റ് ബി എടുക്കുമ്പോൾ ബിയുടെ ഫാർ എൻഡ് എ, അപ്പോൾ K വാല്യൂ ഇതിൻ്റെ എത്രയായിരിക്കും, 4EI/L ആയിരിക്കും. ഓക്കെ, ഇനി ബിയുടെ ഫാർ എൻഡ് ഈസ് സി. ഇഫ് ദ ഫാർ എൻഡ് ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ഓർ കണ്ടിന്യൂസ് സ്പാൻസ് ആർ ദെയർ, ദെൻ എന്താണ്, K വാല്യൂ 4EI/L ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ബിയുടെ ഫാർ എൻഡ് സി സിംപ്ലി സപ്പോർട്ടഡ് ആണ്, ബട്ട് കണ്ടിന്യൂസ് സ്പാൻ ഒന്നുമില്ല അങ്ങോട്ട്. ഒരു കണ്ടിന്യൂസ് സ്പാൻ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം K വാല്യൂ ഈസ് 4EI/L. ബട്ട് ഹിയർ കണ്ടിന്യൂസ് സ്പാൻ അല്ല വരുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ചെറിയ ഓവർ ഹാങ്ങിങ് പോർഷൻ മാത്രമേ ആവുന്നുള്ളൂ, അതൊരു സ്പാൻ അല്ല. സോ സ്പാൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫാർ എൻഡ് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. സോ ഇറ്റ് ഈസ് 3EI/L. So if the far end is fixed or continuous
spans are there, then k value is 4ei by L, and if the far end is simply supported, then it is 3ei by L. ഓക്കെ, അപ്പോൾ ഇവിടെ ഫാർ എൻഡ് എന്താണ് 3ei by L ആണ്. അതുപോലെ ഇനി സി എന്ന് പറയുന്ന ജോയിൻ്റ് എടുക്കുമ്പോൾ സി ബി ആൻഡ് സി ഡി ആർ ദെയർ. സി ബി ഈസ് സിംപ്ലി സപ്പോർട്ടഡ് ബട്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് സ്പാൻ ഈസ് ദെയർ, സോ ഇറ്റ് ഈസ് 4ei by L. ആൻഡ് സിയുടെ ഫാർ എൻഡ് ഡി, പക്ഷേ ഇതെന്താണ്, ഒരു സ്പാൻ അല്ല. സോ ഇറ്റ്സ് ആൻ ഓവർഹാങ്ങിങ് പോർഷൻ. സോ ഓവർഹാങ്ങിങ് പോർഷൻ ദ കെ വാല്യൂ ഈസ് ഓൾവൈസ് 0. കെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ എന്താ, സമ്മേഷൻ 4ei by L ആണ്. സോ സി ബി ദാറ്റ് ഈസ്, അപ്പോൾ ഓവർഹാങ്ങിങ് പോർഷൻ്റെ എന്താണ്, ഓവർഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന ആ പോർഷൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വാല്യൂ 1ഉം റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ഓവർഹാങ്ങിങ് പോർഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിൻ്റെ വാല്യൂ എപ്പോഴും 0യും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻറ്റ് നോക്കുക. ഇഫ് ദ ഫാർ എൻഡ് ഈസ് ഫിക്സഡ് ഓർ കണ്ടിന്യൂസ് സ്പാൻസ് ആർ ദെയർ, ദെൻ ഇറ്റ് ഈസ് k value is 4ei by L, and if the far end is simply supported at n, then k value is 3ei by L. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താ, ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സപ്പോർട്ട് എ ഈസ് ഫിക്സഡ്, ബി ജോയിൻ്റ് ആണ്, ഡി ഓവർ ഹാങ്ങിങ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്. അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഇതെന്ന് പറയുന്നത് എന്താണ്, ഹിഞ്ച്ഡ് എൻഡ് ആണ്. അത് ഹിഞ്ച്ഡ് എൻഡ് ആണെന്ന് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എൻ്റർ ചെയ്തു, ദെൻ ഫിക്സ്ഡ് എൻഡ് മൊമെൻ്റ് എൻ്റർ ചെയ്തു. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഈ ഹിഞ്ച്ഡ് എൻഡിൽ, ദാറ്റ് ഈസ് ഓവർ ഹാങ്ങിങ് പോർഷൻ്റെ ഇപ്പുറത്തുള്ള സപ്പോർട്ടിൽ എപ്പോഴും ഓവർ ഹാങ്ങിങ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് ഈ ഒരു പോയിന്റിൽ, സി എന്ന് പറയുന്ന പോയിന്റിൽ, ഇഫ് ദർ ഈസ് നോ ഓവർ ഹാങ്ങിങ് പോർഷൻ ദെൻ ദ മൊമെൻറ്റ് അറ്റ് സി ഈസ് 0. ബട്ട് ഹിയർ ഓവർ ഹാങ്ങിങ് പോർഷൻ ഈസ് ദെയർ. ഡ്യൂ ടു ദ ഓവർ ഹാങ്ങിങ് one moment is acting, that is 30 into 2, that is an anti-clockwise 60 kilonewton is acting at the point C or support C, and for എന്താണ് ബാലൻസിങ് ദ ആൻറ്റി ക്ലോക്ക് മൊമെൻറ്റ് എ ക്ലോക്ക് വൈസ് 60 ഈസ് ഓൾസോ ആക്ടിങ്. സോ 60 ആണ് ഇവിടുത്തെ മൊമെൻറ്റ്. വേറെ ഒരു മൊമെൻറ്റും എന്താ ഈ ഹിഞ്ച്ഡ് എൻഡിൽ ആക്ട് ചെയ്യത്തില്ല, ഓൺലി ദ മൊമെൻറ്റ് ഡ്യൂ ടു ഓവർ ഹാങ്ങിങ്. സോ അതിനാണ് ഞാനിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നോക്കിയേ, സോ ഫസ്റ്റ് നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് എല്ലാം എഴുതി, then unbalanced moment, here the joint unbalanced moment is minus 53.33. so unbalanced moment into the corresponding distribution factor ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂസ് കിട്ടിയത്. ഇവിടെ തന്നെ 53.33 minus 60 അതിൻ്റെ unbalanced moment into distribution factor ചെയ്തപ്പോൾ we get the value. then carry over the moment to the far end ആണല്ലോ, ഫാർ എൻഡുകളിലോട്ട് ക്യാരി ഓവർ ചെയ്യണം. സോ ബിയുടെ ഫാർ എൻഡ് ഫിക്സഡ് ആണ്, സോ വി ക്യാൻ ക്യാരി ഓവർ. ദെൻ ബിയുടെ ഫാർ എൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇത് ഹിഞ്ച്ഡ് ആണ്. ക്യാരി ഓവർ ഹിഞ്ച് എൻഡിലോട്ട് ഒരിക്കലും കൊടുക്കരുത്. ഇവിടെ നിങ്ങൾക്ക് ഇത്രയും പോർഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഡ്യൂ ടു ദി ഓവർ ഹാങ്ങിങ് പോർഷൻ, സി ഡി ഓവർ ഹാങ് അല്ലേ, ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഓഫ് 60 ഈസ് ജനറേറ്റഡ് ഡ്യൂ ടു ഓവർ ഹാങ്ങിങ്. സോ അതിനെ കോൺട്രാക്ട് ചെയ്യാൻ സി ബിയിൽ എ ക്ലോക്ക് വൈസ് 60 ജനറേറ്റ് ചെയ്താൽ മതി. സോ 53.33 പ്ലസ് 6.67 ഈസ് 60 പ്ലസ് 60. സോ ഓൾറെഡി ഈ ഓവർ ഹാങ്ങിങ് കാരണം ഉണ്ടാകുന്ന മൊമെൻ്റ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. ഇവിടെ എന്താണ്, ഹിഞ്ച്ഡ് എൻഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ക്യാരി ഓവർ ചെയ്യത്തില്ല. ബിക്കോസ് എക്സ്ട്രാ മൊമെൻറ്റുകളൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. ഓൺലി ദ മൊമെൻറ്റ് ഡ്യൂ ടു ഓവർ ഹാങ്ങിങ് ഈസ് ജനറേറ്റഡ് ഇൻ ദ ഹിഞ്ച്ഡ് എൻഡ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഹാഫിനെ ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തു. സോ വീണ്ടും ജോയിൻറ്റിൽ അൺബാലൻസ്ഡ് മൊമെൻ്റ് ഉണ്ടായി, ഇവിടെ 0. ഇവിടെ വേറെ വാല്യൂസ് ഒന്നും ഇല്ല. ദെൻ ഇതിനെ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങ് നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഇപ്പോൾ ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ ക്യാരി ഓവർ ചെയ്താൽ ഇങ്ങോട്ട് മാത്രമേ വരൂ, ഇങ്ങോട്ട് ക്യാരി ഓവർ ഒന്നും നടക്കത്തില്ല. സോ അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അങ്ങ് നിർത്തുക. ദെൻ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുക, ഇത് കോളം വൈസ് ആഡ് ചെയ്യുക. ഇവിടെ നോക്കിയേ, ദിസ് പോർഷൻ ഈസ് ഓവർ ഹാങ്ങിങ് 0. ഈ ഓവർ ഹാങ്ങിങ് കാരണം ഉണ്ടാകുന്ന മൊമെൻ്റ് ആണ് ഈ ഒരു സി എന്ന് പറയുന്ന ജോയിൻറ്റിൽ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ്
-60 ആൻഡ് +60. അല്ലാതെ വേറെ എക്സ്ട്രാ മൊമെൻറ്റുകളൊന്നും ക്യാരി ഓവർ ചെയ്ത് കൊടുക്കരുത്. സോ അപ്പോൾ ഓവർ ഹാങ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണ്. എന്താണ് ഓവർ ഹാങ്ങിൻ്റെ തൊട്ട് മുന്നേ ഉള്ളത് എപ്പോഴും സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആയിരിക്കും. ഇൻ ദാറ്റ് എൻഡ് ഓൺലി ദ മൊമെൻറ്റ് ഡ്യൂ ടു ഓവർ ഹാങ്ങിങ് ഈസ് ആക്ടിങ്, നോ അതർ മൊമെൻറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ ദാറ്റ് സപ്പോർട്ട്. ഓക്കെ, സോ ദിസ് ഈ ഫൈനൽ എൻ മൊമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡ്രോ ദ BMD ആൻഡ് SFD. അപ്പോൾ ഇത് നോക്കിയേ, ABCDE. DE എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ ഓവർ ഹാങ്ങിങ് പോർഷൻ. സോ ഫസ്റ്റ് യു ഹാവ് ടു ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ആൻഡ് ലാസ്റ്റ് എൻഡ് a minus 10 kilonewton, that is 10 into 1, a minus 10 kilonewton meter is acting, and distribution factors ശ്രദ്ധിച്ചേ, B, C and D, 3 joints are there, BABC, CBCD and DCDE. ഓക്കെ, അപ്പോൾ CD പോർഷൻ എടുക്കുമ്പോൾ ഇവിടെ നോക്കിയേ, അപ്പോൾ ഞാൻ ജോയിൻറ്റ് C എടുത്തു. ജോയിൻറ്റ് C എടുക്കുമ്പോൾ സിയുടെ ഫാർ എൻഡ് ബി സിംപ്ലി സപ്പോർട്ടഡ് ആണ്, ബട്ട് കണ്ടിന്യൂസ് സ്പാൻ ഈസ് ദെയർ, സോ 4EI/L. സിയുടെ ഫാർ എൻഡ് ഡി, ഇറ്റ്സ് എ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ബട്ട് നോ കണ്ടിന്യൂസ് സ്പാൻ ഈസ് ദെയർ, സോ ഇറ്റ് ഈസ് 3EI/L. ആൻഡ് ജോയിൻറ്റ് ഡി എടുക്കുമ്പോൾ CD 4EI/L ആണ്, DE ഇറ്റ്സ് നോട്ട് എ സ്പാൻ, സോ K വാല്യൂ ഈസ് 0. അതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. സോ ഇത് ഓവർ ഹാങ്ങിങ് പോർഷനാണ്, ഇത് ഹിഞ്ച്ഡ് എൻഡ് ആണ്. സോ ഫസ്റ്റ് യു ഹാവ് ടു എൻ്റർ ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആൻഡ് എൻ്റർ ദി ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ്. ഓക്കെ, ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് എൻ്റർ ചെയ്യുക, ദെൻ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ, ബിന്ന് എയിലോട്ട് ക്യാരി ഓവർ ചെയ്യും, ബിന്ന് സിയിലോട്ടും ക്യാരി ഓവർ ചെയ്യും, ഇയിലോട്ടും, ദെൻ സിന്ന് ഡിയിലോട്ട് എന്ത് ചെയ്യത്തില്ല, ക്യാരി ഓവർ ചെയ്യത്തില്ല. ഇത്രയും സ്റ്റെപ്പ് എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ഓവർ ഹാങ് കാരണം ഒരു -10 kilonewton ഇവിടെ വരേണ്ടത്, DE വരേണ്ടത്, ആൻഡ് DC എന്താണ്, ഒരു +10 kilonewton. അത് ഈ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ എത്തുമ്പോൾ തന്നെ അതാവും. ദെൻ എഗെയിൻ എക്സ്ട്രാ മൊമെൻറ്റ്സ് ഒന്നും D എന്ന് പറയുന്ന പോയിന്റിലോട്ട് എന്ത് ചെയ്യരുത്, ക്യാരി ഓവർ ചെയ്യരുത്. ഓക്കെ, സോ ബാക്കി പ്രോസസ്സ് ഡിസ്ട്രിബ്യൂഷനും ക്യാരി ഓവറും കണ്ടിന്യൂ ചെയ്യുക. ഫൈനലി ഡിസ്ട്രിബ്യൂഷനിൽ നിർത്തുക, കോളം വൈസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഓവർ ഹാങ്ങിങ് ആയിട്ടുള്ള എൻഡിലുള്ള സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ എപ്പോഴും എന്താണ്, ഈ എൻഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് 10ഉം ആൻഡ് ക്ലോക്ക് വൈസ് 10ഉം വന്ന് നിൽക്കും, വേറെ മൊമെൻറ്റുകളൊന്നും അവിടെ ആക്ട് ചെയ്യത്തില്ല. ഓക്കെ, സോ ഫൈനൽ എൻ മൊമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞു. ഫൈനൽ എൻ മൊമെൻറ്റ്സ് കിട്ടിയാൽ യു ക്യാൻ ഡ്രോ ദ BMD ആൻഡ് SFD. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് 2 കേസുകളാണ്. ദാറ്റ് ഈസ് അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം വിത്ത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആൻഡ് അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ബീം വിത്ത് ഓവർ ഹാങ്ങിങ് എൻഡ്. സോ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു apply end correction. End correction means we have to convert the moment at a simply supported end as 0. So simply supported endile moment ine endu cheyanam, first we have to convert the moment at the simply supported end as 0 and carry over the half of the moment to the far end and determine the initial moments determine ചെയ്തിട്ട് പിന്നെ വേണം എന്ത് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ക്യാരി ഓവർ ചെയ്യരുത്, സിംപ്ലി സപ്പോർട്ടഡ് എൻഡിലോട്ട് ഒരിക്കലും ക്യാരി ഓവർ ചെയ്യരുത്, ബിക്കോസ് ദർ ഈസ് നോ മൊമെൻറ്റ് അറ്റ് ദി സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്. സോ ക്യാരി ഓവർ മൊമെൻറ്റും എന്തായിരിക്കും, 0 ആയിരിക്കും സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ. ഓക്കെ, ദെൻ ഓവർ ഹാങ്ങിങ് എൻഡ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ഓവർ ഹാങ്ങിങ്ങിൻ്റെ ലാസ്റ്റ് പോർഷനിൽ, that is nearby overhanging, a simply supported end is there. In that end only the overhanging moment is acting, no other moment is generated in that joint, only the overhanging moment is generated. So overhanging portion നോക്കുക, overhanging കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റ് മാത്രമേ ആ എൻഡിൽ ജനറേറ്റ് ആവത്തുള്ളൂ, വേറെ മൊമെൻറ്റുകളൊന്നും ഉണ്ടാവത്തില്ല. സോ അത് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്തു പോകാൻ. ഓക്കെ, ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഈ 2 കേസിലുള്ള പ്രോബ്ലംസ് ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് കേസിൽ 2 ഹോംവർക്ക് ക്വസ്റ്റ്യനും ഉണ്ട്, ദെൻ സെക്കൻഡ് കേസിൽ കുറച്ച് 2 പ്രോബ്ലംസും ആണ്. സെക്കൻഡ് കേസിൽ ഇനിയും പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നല്ല രീതിയിൽ പഠിക്കുക. എന്നിട്ട് അസൈൻമെൻറ്റ് ഇന്ന് രാത്രി 11 മണിക്ക് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.